ആറ്റൂർ അറഫ സ്കൂളിന്റെ തങ്കക്കുടങ്ങളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പന കഴിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ, ക്ഷീണിച്ചിരിക്കുകയാണോ? വിഷമല്ല, ക്ഷീണിച്ചിരിക്കുകയാണോ? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി. ഞങ്ങൾ പ്രതീക്ഷിച്ചത്രയൊക്കെ നല്ല ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളിയൊക്കെ ഉണ്ട്. എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട്. പാട്ടിയുടെ പേരെന്താ? ഫിദ. എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ നാണൊക്കെ നന്നായി അഭിനയിച്ചോ? അഭിനയിച്ചു. എനിക്കത് അറിയുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അറിയണ പോലെ ചെയ്തിട്ടുണ്ട്. എന്താ ഫസ്റ്റ് കിട്ടോ? ഇൻഷാ അല്ലാ കിട്ടും. കിട്ടട്ടെ. അതെ. ആരാണ് പഠിപ്പിച്ചു തന്നത്? സാറാണ് പഠിപ്പിച്ചത്. സാറിന്റെ പേര്? മണികണ്ഠൻ. മണികണ്ഠൻ. എത്ര കാലം മുന്നേ തുടങ്ങി പ്രാക്ടീസ് ഒക്കെ? പ്രാക്ടീസ് ഇപ്പോൾ ഒരു 3 മാസം. 3 മാസമായി അല്ലേ? പാട്ടൊക്കെ സെലക്ട് ചെയ്ത് അത് പാടാനുള്ള രണ്ടുപേരെ സെലക്ട് പുതിയ ചെയ്ത് പാട്ടൊക്കെ എഴുതിച്ചിട്ടാണ് ചെയ്തത്. അതെ, നന്നായിട്ട് പെർഫോം നന്നായി പെർഫോം ചെയ്തു. അടിപൊളിയായി കളിച്ചു. ഒന്നുമില്ല. പെർഫോമൻസ് കണ്ടപ്പോ എങ്ങനെയാ തോന്നി സാറിന്? ഒരു ഉഷാറായി ചെയ്തു. പ്രൈസിൽ വരേണ്ടതാണ്. സമ്മാനം പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് തന്നെ? ഫസ്റ്റ് നല്ല പ്രൈസിൽ എന്തായാലും വരും. ഇപ്പോൾ ബാക്കിയുള്ള ടീമുകളും ഉണ്ടല്ലോ. എങ്ങനെ നന്നായി ചെയ്തു. സാറിന്റെ പാട്ട് പഠിപ്പിച്ചിരുന്നു. എങ്ങനെയായിരുന്നു പാട്ടൊക്കെ സെലക്ട് ചെയ്തത്? ഒപ്പന പാട്ടാണ്, അപ്പൊ എങ്ങനെ സെലക്ട് ചെയ്തത്? സാറ് സ്കൂളിലത്തെ അല്ല പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി? പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതെ അല്ലെ? 3 പേരാണ് പാട്ട് പാടാൻ. ഒരു കോറസും 2 മെയിനും. അല്ല, ഒരു മെയിൻ 2 കോറസ്. മെയിൻ 2 കോറസ്. നന്നായി പെർഫോം ചെയ്തു എന്നാണ് അഭിപ്രായത്തിൽ. സമ്മാനം കിട്ടും, ഉറപ്പാണ്. ഇവർക്കൊന്നും അത്ര ഉത്സാഹം കാണാനില്ല. കളിച്ചിറങ്ങിയ ഒരു പാട്ടുകാരായിരുന്നു. 3 പേരാണ് പാട്ടുകാരാണ് അല്ലേ? നന്നായി ചെയ്തു. കുറച്ച് 2 പേര് നമുക്ക് വേണ്ടി പാടാൻ പറ്റും. 2 പേരും മതി. ഗീതികൾ കതിർ തൂകും തിങ്കൾ ഹദീജ, പുകൾ പരമിലും നിറന്തിടും മൗജ, കഥയറിന്ത വേളയിൽ ഒരുമിത്തവർ സൗജ, തങ്ങൾ ചേർത്തണച്ചവർക്ക്